ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ വെച്ചിട്ടൊരു അടിപൊളി കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 മുരിങ്ങക്കായാണ്, മുരിങ്ങക്കോല് ചെറുതായിട്ട് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 7 ചെറിയ ഉള്ളി ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നല്ല എരിയുള്ള ഉണ്ട പച്ചമുളകില്ലേ, നമ്മളെ വീട്ടിലുണ്ടായത് കേട്ടോ, ആ പച്ചമുളക് 5 ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഇതിലേക്ക് നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല വലിയ തക്കാളി 2 എടുത്തിട്ടുണ്ട്. 1.25 ഭാഗമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വലിയ തക്കാളി ആയതുകൊണ്ട്, ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിക്ക് ഒരു അല്പം ചെമ്മീനും കൂടെ ഉണ്ടെങ്കിൽ, പച്ച ചെമ്മീൻ കേട്ടോ, അല്പം ചെമ്മീനും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി കഴിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾ മുരിങ്ങക്കായ കറി വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് സാധാരണ ഒരു നാടൻ രുചിക്കൂട്ടാണ്. പണ്ടുകാലത്തൊക്കെ എപ്പോഴും തയ്യാറാക്കിയിരുന്ന കറിയാണ്. ഇപ്പോൾ കുറച്ച് കുറവായിരിക്കും മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ടുള്ള കറി. പക്ഷേ എന്നാലും ഇത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ ഒപ്പൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതേ തക്കാളി ഞാൻ 1.25 എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല വലിയ തക്കാളി ആയതുകൊണ്ടാണ് 1.25 എടുത്തത്. അപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങോട്ട് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ചെമ്മീനും കൂടി ചേർക്കുന്നെങ്കിൽ സൂപ്പർ ടേസ്റ്റ് കൂടും കേട്ടോ, ചെമ്മീനും കൂടി ചേർത്താൽ. അപ്പോൾ ചെമ്മീൻ ചേർക്കുകയാണെങ്കിൽ എല്ലാം ആ ചെമ്മീനും നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു കൈപ്പിടിയോളം വരുന്ന ചെമ്മീൻ മാത്രം മതിയാകും കേട്ടോ. ഇങ്ങനെ ചാറ് വയ്ക്കുമ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. തക്കാളി മുരിങ്ങയ്ക്കയും മാത്രമായിട്ട് കറി വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ തിളച്ചതിന് ശേഷം മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയൊക്കെ നമ്മൾ ഈ മുരിങ്ങയ്ക്കയും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പ് വരുന്ന തേങ്ങ, ഒരു മീഡിയം വലിപ്പമുള്ള 1 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 മുറി തേങ്ങ, അതിലേക്കൊരു 3 വെളുത്തുള്ളിയും ഒരു 4 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മൾ വലിയ ജീരകം എന്ന് പറയും, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിൽ അരക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നോക്കാം, നമ്മുടെ എന്താ പറയുക, തക്കാളിയും മുരിങ്ങയ്ക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, തക്കാളിക്ക് അത്യാവശ്യം അതിൽ കിടന്ന് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ രാവി കയറിയാൽ തന്നെ തക്കാളി വെന്ത് കിട്ടിക്കോളും. കണ്ടോ, മുരിങ്ങക്കായും നല്ല വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല ചൂടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അരവാണ്. നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചാറ് കറി നമ്മൾ ഒരുപാട് ലൂസിൽ വെക്കരുത് കേട്ടോ. അങ്ങനെ വെച്ചാൽ അത്രക്ക് ഇതുണ്ടാവില്ല. കുറച്ച് ടൈറ്റായിട്ട്, കുറച്ച് തിക്കായിട്ട് വെക്കുമ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് നമ്മളിത് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്തൊക്കെ കുറച്ച് ലൂസാണെങ്കിലും നമ്മൾ കറി കൂട്ടാൻ പാകാവുന്ന സമയത്ത് തണുക്കുമ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നോളൂ കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കുക, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം തന്നെ അത്യാവശ്യം നല്ല ചേർത്തുകൊണ്ട് ഇപ്പം എനിക്ക് ഉപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല, കറക്റ്റ് പാകമാണ്. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കൂടെ വെക്കുക കേട്ടോ. എന്നാലും ഇതിൻ്റെ നമ്മൾ ചേർത്ത തേങ്ങയുടെ പച്ചച്ചുവ വേണ്ടി മാത്രമാണ്. ഒരുപാട് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി അങ്ങോട്ട് പിരിഞ്ഞു പോകുവേ. അപ്പോൾ അത് ജസ്റ്റ് ചെറിയൊരു തിള വന്ന് തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അടിപൊളി വറവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്, അതുകൊണ്ട് ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ ആരും മറക്കരുത് കേട്ടോ. ആരും മടി കാണിക്കരുത്. പെട്ടെന്ന് ഈ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നേക്ക് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളക് ചേർത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക.
ആ പൊടികളുടെ പച്ചക്കുത്ത് പോകാൻ നമുക്ക് ഫ്ലെയിം ഓണാക്കേണ്ട ആവശ്യമില്ല. ആ എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. പിന്നെ ഫ്ലെയിം ഓണാക്കി കൊണ്ടിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകും, ആ പൊടിയുടെ കളർ തന്നെ മാറിപ്പോകും. അപ്പോൾ ഇത് നമ്മൾ കറിയിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം ഈ ഒരു ഒറ്റ കറി മതി, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ലൈക്ക് പ്രധാനമാണ്, ലൈക്കും ചെയ്യുക. പിന്നെ ഇങ്ങനെ തയ്യാറാക്കി നോക്കുന്ന എൻ്റെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഇങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.